നമസ്കാരം. സൈലം ബേസിയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ തിരുവനന്തപുരം LDC പരീക്ഷയുടെ കേരള ഗവേണൻസ് ഇമ്പോർട്ടൻ്റ് ആക്ട് എന്നീ രണ്ട് ഭാഗങ്ങളുടെ ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ രണ്ട് ഭാഗങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരള ഗവേണൻസിന് 7 ഇമ്പോർട്ടൻ്റ് ആക്ടിന് ഏകദേശം 9ഓളം ചോദ്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. പല പല കണക്റ്റഡ് ഇതായിട്ടൊക്കെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ആ ചോദ്യങ്ങളെല്ലാം കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നമുക്ക് അനലൈസ് ചെയ്ത് നമുക്ക് പോകാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ സൈലം PSC എന്താണ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 1 വർഷം ആകാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു സന്തോഷം നമ്മൾ സൈലം ടീം നിങ്ങളുടെ കൂടെ എന്ത് ചെയ്യാണ്, ഷെയർ ചെയ്യുകയാണ്. നമ്മുടെ സൈലം PSCയുടെ എല്ലാ ഓൺലൈനായിട്ടുള്ള ഓഫ്ലൈൻ കോഴ്സുകൾക്കും നിങ്ങൾക്ക് എന്താണ് ഒരു 10% ഡിസ്കൗണ്ടോട് കൂടിയിട്ട് ഈ ഒരു അവസരത്തിൽ ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ചെറിയൊരു സ്നേഹസമ്മാനം നിങ്ങൾക്ക് തരികയാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ സൈലം 10 എന്ന് പറയുന്ന ഒരു കോഡ് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ടോട്ടൽ നമ്മുടെ കോഴ്സ് ഫീയിൽ നിന്ന് എന്താണ് 10% ഓഫർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓൾറെഡി നിങ്ങൾക്കറിയാം നമ്മുടെ കോഴ്സ് ഫീ എന്ന് വെച്ചാൽ വളരെ മിതമായ നിരക്കിലാണ്, എല്ലാവർക്കും അഫോർഡബിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ കോഴ്സ് ഫീസ് എല്ലാം നിങ്ങൾക്കറിയാം. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഞങ്ങൾ എന്താണ് ചെറിയൊരു 1ാം വാർഷികത്തിന് ചെറിയൊരു സ്നേഹ സമ്മാനം കൂടെ ഞങ്ങൾ നിങ്ങൾക്ക് തരികയാണ്. ജൂലൈ 24 മുതൽ ഓഗസ്റ്റ് 14 വരെയാണ് ഈ ഒരു ഓഫർ നമുക്ക് ഉള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നമുക്കിനി ആ ഒരു ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. നോക്കുക, എനിക്ക് നമ്മുടെ ആ ഒരു ചോദ്യം മൊത്തത്തിൽ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് എന്താണ് നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. വലിയൊരു ഹൈ ലെവൽ ചോദ്യങ്ങളിലേക്കൊന്നും നമുക്ക് എന്ത് ചെയ്തില്ല, പോയിട്ടില്ല. കൺസെപ്റ്റ് ഒക്കെ അറിയാവുന്നവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം തന്നെയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അതിനകത്ത് കുറച്ച് ഒരു കൺഫ്യൂസിംഗ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കേരള ഗവേണൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് അലേർട്ടുകളുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമുണ്ട്, അത് മാത്രമേ ഒന്ന് കൺഫ്യൂസിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. ബാക്കി എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെയായിരുന്നു. നമ്മുടെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് തന്നെയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ക്ലാസ്സുകളിൽ എവിടെയൊക്കെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം കൂടെ ചേർത്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു അനാലിസിസ് വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് അധികം താമസിപ്പിക്കുന്നില്ല, നമ്മുടെ ക്ലാസ്സിലേക്ക് തന്നെ നമുക്ക് 1ാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ നമുക്കത് പോകാം. ആദ്യത്തെ ചോദ്യം നമുക്ക് കേരള ഗവേണൻസ് നമുക്ക് ഉണ്ടായിരുന്നത് ഈ പറയുന്ന നമ്മുടെ ഒരു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമായിരുന്നു, സ്നേഹ സാന്ത്വനം പദ്ധതി അല്ലെ. നോക്കട്ടെ, ഈ PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സ്നേഹ സാന്ത്വനം പദ്ധതി PSC ഒരുപാട് വട്ടം എന്ന് വെച്ചാൽ എണ്ണിയാൽ തീരാത്ത അത്രയും പ്രാവശ്യം എന്ത് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് സ്നേഹ സാന്ത്വനം പദ്ധതി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളത്. 10th ലെവലിന് പ്രിലിംസിന് വന്നിട്ടുണ്ട്, 10th മെയിൻസിന് വന്നിട്ടുണ്ട്, +2 ലെവൽ പരീക്ഷകൾക്ക്, ഡിഗ്രി ലെവൽ പരീക്ഷകൾ എല്ലാത്തിനും വന്നിട്ടുള്ള ചോദ്യമാണ് സ്നേഹ സാന്ത്വനം പദ്ധതി. നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ച സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യം തന്നെയായിരുന്നു, പ്രീവിയസ് ഇയർ ചോദ്യമാണ്, പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്, ഇനി നമുക്ക് എന്ത് ചെയ്യും, പരീക്ഷയ്ക്ക് വരുന്ന തന്നെയാണ് എന്ന് കണ്ടു. ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, ക്ലാസ്സിൽ പഠിപ്പിച്ച സമയത്ത് ഞാൻ പറഞ്ഞു തന്നെയാണ് സ്നേഹ സാന്ത്വനം പദ്ധതി പഠിച്ചിരിക്കണം, പ്രീവിയസ് ഇയർ ചോദ്യമാണ്, ഇനിയും നമുക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്നേഹ സാന്ത്വനം പദ്ധതി എൻഡോസൾഫാൻ ദുരിതബാധിതരായ വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന പദ്ധതിയാണ് നമ്മുടെ സ്നേഹ സാന്ത്വനം പദ്ധതി എന്ന് പറയുന്നത്. സ്നേഹ സാന്ത്വനം പദ്ധതി നോക്കണം. അപ്പൊ സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്ക് പ്രതിമാസം എന്ത് ചെയ്യുന്നു, ഒരു ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഏത്, നമ്മുടെ എൻഡോസൾഫാൻ പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, നോക്കട്ടെ, ഇപ്രാവശ്യത്തെ ചോദ്യത്തിന്റെ ആ ഒരു ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് എന്ന് നോക്കി. നമുക്ക് A1 ശരി, B2 ശരി, C3 ശരി, D4 ശരി, ഇങ്ങനെയാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് അല്ലെ. അതേപോലെ ചില ചോദ്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 1 മുതൽ 4 വരെ ശരി എന്ന് പറഞ്ഞ് നമുക്ക് എളുപ്പമുണ്ടായിരുന്നു അല്ലെ. ചില ചോദ്യങ്ങൾ നമുക്ക് A എന്ന് പറയുന്ന ഓപ്ഷൻ 2 ശരി, B എന്ന് പറയുന്ന ഓപ്ഷൻ 3 ശരി, C എന്ന് പറയുന്ന ഓപ്ഷൻ 4 ശരി, D എന്ന് പറയുന്ന ഓപ്ഷൻ 1 ശരി എന്നിങ്ങനെയൊക്കെയായിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇങ്ങനെയൊക്കെ വന്നാണ് പുതിയൊരു രീതിയിലൊക്കെ PSC എന്ത് ചെയ്തു, ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഓപ്ഷൻസും കാര്യങ്ങളും ഉൾക്കൊള്ളിക്കാനൊക്കെ തുടങ്ങി. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, വർക്കൗട്ട് ചെയ്തിട്ടുള്ളതാണ്. പലപ്പോഴും ഞാൻ ക്ലാസ്സിൽ പറയുന്ന ഒരു കാര്യമാണ്, മക്കളെ നോക്ക്, ചോദ്യം നോക്കണം, ഓപ്ഷൻസ് നോക്കണം, കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നോക്കിയിട്ട് ആൻസർ ചെയ്യണം, തെറ്റിക്കരുത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ, ഓഫ്ലൈനിൽ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങളും എന്താണ് നിങ്ങൾ അശ്രദ്ധ മൂലം തെറ്റിക്കുന്ന ഒരു സാധ്യത ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ഇരുന്നവർക്കെല്ലാം, നമ്മുടെ സൈലം PSC ക്ലാസ്സിൽ ഇരുന്നവർക്കെല്ലാം ഈ പാറ്റേണിലുള്ള ചോദ്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ വിശ്വാസം. അപ്പൊ നമ്മുടെ എൻഡോസൾഫാൻ എന്താണ് ഇരകൾക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഏതെന്ന് പറഞ്ഞ സ്നേഹ സാന്ത്വനം പദ്ധതി. ഇതിന്റെ ഉത്തരം എന്ന് പറഞ്ഞ ഏതാണ്, ഓപ്ഷൻ A ആണ്. ഓൾറെഡി നിങ്ങൾ
ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് എല്ലാം നിങ്ങൾ നോക്കിയതാണ്. നമ്മുടെ മൻസൂർ സാറിന്റെ അനാലിസിസും എല്ലാം ഉണ്ടായിരുന്നു, പ്രൊഫഷണൽ കീ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ, സ്നേഹസ്വാന്തനം പദ്ധതി ഒന്നാമത്തേതാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം നമ്മൾ പോക്സോ നിയമവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. പോക്സോ നിയമം ഇത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. ഇത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്താണ് എലിമിനേഷൻ മെത്തേഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ചെയ്യാവുന്നതാണ്. നോക്കാം, നമുക്ക് ഇവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുക, ഇതാണ് വകുപ്പുകൾ 28, 27 എന്നീ വകുപ്പുകൾ. ഈ വകുപ്പുകളായിരിക്കും ഒരു പക്ഷെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് അല്ലെ. പക്ഷെ ഇത് നമുക്ക് നോക്ക്, ബാക്കി രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, മൂന്നാമത്തെ നാലാമത്തെ സ്റ്റേറ്റ്മെന്റുകൾ വെച്ച് നമുക്ക് എന്ത് ചെയ്യും, ഇതിന്റെ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താവുന്ന ഒരു കാര്യം നമുക്ക് അറിയാം. നോക്കണേ, 28ാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് പ്രത്യേക കോടതികൾ സ്ഥാപിക്കണം എന്നാണ് പറഞ്ഞില്ലേ. പോക്സോ നിയമപ്രകാരം നോക്ക്, പോക്സോ നമ്മുടെ സവിശേഷതകൾ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, പോക്സോ നിയമപ്രകാരം പ്രത്യേക കോടതികൾ സ്ഥാപിക്കണം. ആ പ്രത്യേക കോടതികൾക്ക് എന്തിന്റെ അധികാരം ഉണ്ടായിരിക്കും, സെഷൻസ് കോടതികളുടെ അധികാരം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞതാണ് അല്ലെ. അപ്പൊ പ്രത്യേക കോടതികൾ സ്ഥാപിക്കണം എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷെ നിങ്ങൾ ഒരു കൺഫ്യൂഷൻ വരും, 28 ആയിരിക്കും അല്ലെ. രണ്ടാമതായിട്ട് പറഞ്ഞത് കുട്ടികൾക്ക് അടിയന്തരമായിട്ടുള്ള വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കണം. നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. IPC 164ാമത്തെ വകുപ്പ് പ്രകാരം എന്താണ് കുട്ടികൾക്ക് വൈദ്യ പരിശോധന നടപ്പിലാക്കണം അല്ലെ. മാതാപിതാക്കളുടെ അല്ലെങ്കിൽ രക്ഷകർത്താക്കളെ ഇത് എന്താണ് സാന്നിധ്യത്തിൽ വേണം ചെയ്യാൻ. ഇനി ഇത് മാതാപിതാക്കൾ സന്നിധരായിട്ടില്ലെങ്കിൽ നമ്മുടെ ഡോക്ടർക്ക് എന്ത് ചെയ്യാം, മറ്റൊരു സ്ത്രീയുടെ എന്ത് ചെയ്യാം സഹായത്തോട് കൂടിയിട്ട് വൈദ്യപരിശോധന നടത്താം എന്ന രീതിയിൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ വൈദ്യപരിശോധന നൽകണം എന്നുള്ള കാര്യവും എന്ത് ചെയ്യാവുന്നതാണ്, നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ നോക്കിയേ, ഔദ്യോഗിക ഓഫീസർ നമ്മൾ ഔദ്യോഗിക വേഷത്തിലായിരിക്കരുത്. കുട്ടിയുടെ മൊഴിയെടുക്കുന്ന ഓഫീസർ ഔദ്യോഗിക വേഷത്തിലായിരിക്കരുത്. ആ പ്രസ്താവന എന്താണ്, ശരിയാണ് എന്നുള്ളത് നമുക്കറിയാം. ആ പ്രസ്താവന എന്താണ്, ശരിയാണ് അല്ലെ. ഔദ്യോഗിക വേഷത്തിലായിരിക്കരുത്. വനിതാ SI അല്ലെ, വനിതാ SI ഓഫീസർ, SI റാങ്കുള്ള വനിതാ ഓഫീസർ ആയിരിക്കണം എന്നുള്ള കാര്യം എന്ത് ചെയ്യാൻ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ട് ഔദ്യോഗിക വേഷത്തിൽ ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. ഔദ്യോഗിക വേഷത്തിൽ ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. അതെന്താണ്, തെറ്റാണ്. ഔദ്യോഗിക വേഷത്തിൽ ആയിരിക്കരുത്. കാരണം നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ, എന്താണ് എന്താണ് പോക്സോ കുറ്റകൃത്യ ഇരയായിരിക്കുന്ന കുട്ടികൾ ഓൾറെഡി മാനസികമായി ശാരീരികമായി വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ആ സമയത്ത് ഒരു പോലീസ് ഓഫീസർ എന്താ പോലീസ് യൂണിഫോമിൽ കുട്ടിയുടെ മൊഴിയെടുക്കാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുകയാണെങ്കിൽ കുട്ടികൾ ഒന്നുകൂടെ എന്ത് ചെയ്യത്തുള്ളൂ, വിഷമിക്കത്തേയുള്ളൂ, സങ്കടപ്പെടുത്തേയുള്ളൂ അല്ലെ. അപ്പൊ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്താണ് നമ്മൾ ഈ പറഞ്ഞ ഔദ്യോഗിക വേഷത്തിലായിരിക്കരുത് എന്ന് പറയുന്നത്. അപ്പൊ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തുവാണ്, തെറ്റാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 4 വരുന്ന എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ കളയാവുന്നതാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ശരിയാണ് എന്ന് നമുക്കറിയാം. നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ആ ഒരു ഇന്റലിജന്റ് ആയിട്ടല്ലേ, നമ്മൾ ബുദ്ധിപരമായിട്ട് നമ്മൾ എന്ത് ചെയ്തു, എലിമിനേഷൻ മെത്തേഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാവുന്നേ ഉള്ളൂ, ആൻസറിലേക്ക് എത്താവുന്നതേ ഉള്ളൂ. നമുക്ക് ഈ പറയുന്ന 28ഉം 27ഉം വകുപ്പ് എന്താണ് എന്ന് അറിയത്തില്ലെങ്കിൽ പോലും അപ്പോൾ ഈ ചോദ്യത്തിന്റെ ആൻസർ ഏതാണ്, സി ആണ് നമ്മുടെ ഉത്തരം. ഈ ചോദ്യത്തിന്റെ ഉത്തരം സി ആണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത ചോദ്യം നമ്മുടെ വാത്സല്യ നിധി പദ്ധതിയെ സംബന്ധിക്കുന്നത് ഏറ്റവും യോജ്യമായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇതും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത അതേ ചോദ്യം തന്നെയാണ്. വാത്സല്യ നിധി പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. വാത്സല്യ നിധി പദ്ധതിയുമായി ബന്ധപ്പെട്ട ചോദ്യം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. ഞാൻ നമുക്ക് കാണിച്ചു തരാം. വാത്സല്യ നിധി പദ്ധതി കണ്ടോ, നിർധനരായ പട്ടികജാതി ദമ്പതികൾക്ക് ജനിക്കുന്ന പെൺകുട്ടികളുടെ പേരിൽ പട്ടികജാതി ക്ഷേമവും 50,000 രൂപ LICയിൽ നിക്ഷേപിക്കുന്നു. 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ വിവാഹം, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി പലിശ സഹിതം ഈ തുക എന്ത് ചെയ്യും, അവർക്ക് ലഭിക്കുകയും ചെയ്തു. ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, പ്രീവിയസ് ഇയർ ചോദ്യമാണ്, പഠിച്ചിരിക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് ചോദ്യവും നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നോക്കണേ, വാത്സല്യ നിധി പദ്ധതി ഒന്നാമത്തെ പ്രസ്താവന പറഞ്ഞിരിക്കുന്നു, പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി 1 ലക്ഷം രൂപ വരുമാന പരിധിയിലെ മാതാപിതാക്കൾക്ക് പെൺകുട്ടികൾക്ക് ധനസഹായം നൽകുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതിയാണ്. ആണോ? ശരിയാണ്. രണ്ടാമത്തെ അടുത്ത പ്രസ്താവന നോക്കിക്കേ, പട്ടികജാതി വകുപ്പും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്ന് സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ശരിയാണോ? അതും എന്താണ്, ശരിയാണ്. അപ്പൊ 1ഉം 3ഉമാണ് ശരി. രണ്ടാമത്തെ പ്രസ്താവനയും നാലാമത്തെ പ്രസ്താവനയും എന്താണ്, നമുക്ക് തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ് അല്ലെ. അപ്പൊ നമ്മുടെ ഉത്തരം ഏതാണ്, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. 1ഉം 3ഉമാണ്. നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞ അതേ കാര്യം തന്നെ നോക്കി, നിർധനരായ പട്ടികജാതി ദമ്പതികളിൽ ജനിക്കുന്ന കുട്ടികളുടെ പേരിൽ പട്ടികജാതി ക്ഷേമം 50,000 രൂപ LICയിൽ, അത് നമ്മുടെ ചോദ്യം തന്നെ വന്നിട്ടുണ്ട്.
18 വയസ്സ് പൂർത്തിയാകുമ്പോൾ വിവാഹം, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ ആവശ്യങ്ങൾക്കായിട്ട് പലിശ സഹിതം എന്ത് ചെയ്യുന്നു, അവർക്ക് തുക ലഭിക്കുകയും ചെയ്തു. പ്രീവിയസ് ഇയർ ചോദ്യമാണ്, നമ്മൾ പറഞ്ഞു പഠിച്ച കാര്യം തന്നെയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. വിദ്യാജ്യോതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏറ്റവും അനുയോജ്യമായത് ഏത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. വിദ്യാജ്യോതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അനുയോജ്യമായത് ഏത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇതും നമ്മൾ ക്ലാസ്സിൽ പഠിച്ച കാര്യം തന്നെയാണ്. വിദ്യാജ്യോതി പദ്ധതിയായിരുന്നു. ഓക്കെ, ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് കുടുംബ വരുമാനം നോക്കാതെ പഠനോപകരണങ്ങളും യൂണിഫോമിനും ധനസഹായം നൽകാൻ സാമൂഹ്യ നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ്. സാമൂഹ്യ നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണോ? ദാ കിടപ്പുണ്ട്, കേരള സാമൂഹ്യ നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി. അപ്പൊ ഒന്ന് വരുന്നത് മാത്രം എന്ത് ചെയ്താൽ മതിയുടെ, നമ്മൾ എടുത്താൽ മതി. ഒന്ന് വരുന്ന ഒരേ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ നമുക്കുള്ളൂ. ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഏതാണ്? ഓപ്ഷൻ ബി, 1ഉം 2ഉമാണ് നമ്മൾ ശരി. നമ്മൾ നോക്കിയേ, നമ്മളല്ലാതെ തന്നെ നമ്മുടെ റിവിഷൻ ക്ലാസ്സുകളിലും വിദ്യാജ്യോതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ചോദ്യം നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു, ചോദ്യം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ഭിന്നശേഷി വിഭാഗത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഇത്, വിദ്യാജ്യോതി പദ്ധതി. ഇനി നമുക്ക് അടുത്തതിലേക്ക് നമുക്ക് പോകാം. നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള അതേ ഒരു ചോദ്യം തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത് അല്ലേ. കേരള സംസ്ഥാനത്തിൽ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് എന്നുള്ളത് നമ്മുടെ ചോദ്യം. ചിന്താ ജെറോമാണോ, എം ഷാജറാണോ, അഡ്വക്കേറ്റ് കെ അരുൺകുമാർ ആണോ, അതോ ശ്രീ എം സ്വരാജ് ആണോ എന്നുള്ള നമ്മുടെ ചോദ്യം. നോക്ക്, നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതിന്റെ കൂട്ട് തന്നെയുള്ള ഒരു ഓപ്ഷൻസ് ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. നമ്മൾ നോക്കേ, നമുക്ക് ഒന്നാമതായിട്ട് ചിന്താ ജെറോമാണ് കിടക്കുന്നത്. ആണോ? അല്ല. ആരാണ് നമ്മുടെ ഉത്തരം? എം ഷാജർ ആണ് നമ്മുടെ ഉത്തരം അല്ലെ. നിലവിലെ ആരാണ്? എം ഷാജർ ആണ്. അപ്പൊ നോക്കേ, നമ്മളൊരു ചിന്താഗതി നമ്മൾ പോകുന്നത് ബി അല്ലെ, എ ബി സി ഡി അങ്ങനെ ഒരു ചിന്താഗതി നമുക്ക് പോകാം. നമ്മൾ നോക്കും, കയറി ബി എന്താണ്, 1ആണ് ശരി എന്ന് പറഞ്ഞാൽ അത് കയറി നമ്മൾ കർപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഓപ്ഷൻസ് നോക്കി വേണം നമ്മൾ ആൻസർ ചെയ്യാൻ. നമ്മളെ മനഃപൂർവ്വം തെറ്റിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു ഓപ്ഷൻസ് രീതികളൊക്കെ നമുക്ക് കൊണ്ട് തരുന്നത് കേട്ടോ. അപ്പൊ നോക്കട്ടെ, എം ഷാജർ എന്ന് പറയുമ്പോൾ ഏതാണ്? എ ആണ്. 2ആണ് ശരിയായിട്ടുള്ള 2. ഇത് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ദാ കണ്ടോ, നിലവിലെ അധ്യക്ഷൻ ആരാണ്? എം ഷാജർ എന്ന് പറഞ്ഞ് നമ്മൾ ക്ലാസ്സിൽ പഠിച്ച കാര്യം തന്നെയാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആര് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നോക്ക്, ഇപ്പോഴത്തെ ചോദ്യത്തിൽ പറഞ്ഞ ഇപ്പോൾ നിലവിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? നിലവിൽ നമുക്ക് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നമുക്ക് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആണ് നമുക്കുള്ളത് അല്ലെ. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആണ് നമുക്കുള്ളത്. അദ്ദേഹത്തിന്റെ പേരെന്താണ്? ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. മുഹമ്മദ് മുസ്താഖ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഉത്തരം നമുക്ക് ഈ പറയുന്നതിലൂടെ മുഹമ്മദ് മുസ്താഖ് സാറിന്റെ പേരാണ് നമുക്ക് വരേണ്ടത്. ഓക്കെ, പക്ഷെ നമ്മുടെ പ്രൊവിഷണൽ ആൻസർ കീ വന്ന സമയത്ത് നമുക്ക് ഉത്തരം തന്നിരിക്കുക ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി എന്നാണ് നമുക്ക് തന്നിരിക്കുക. ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി എന്നാണ് തന്നിരിക്കുക. അദ്ദേഹത്തിന്റെ കാലാവധി പൂർത്തി, അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് ആരാണ് നമുക്കുള്ളത്? ആക്ടിംഗ് ചെയർപേഴ്സൺ ആണ്, ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആണ് നമുക്കുള്ളത്. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് മുസ്താഖ് എന്നാണ്. PSCയുടെ ആൻസർ തന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 1 ശരി എന്നുള്ളതാണ് നമുക്ക് PSC ആൻസർ ആയിട്ട് നമുക്ക് പ്രൊവിഷണൽ കീയിൽ നമുക്ക് തന്നിരിക്കുന്നത്. ചിലപ്പോൾ ഫൈനൽ ആൻസർ കീ വരെ ഒരുപക്ഷെ മാറിയെന്നിരിക്കാം. പക്ഷെ നിലവിൽ ആൻസർ കീയിൽ പ്രൊവിഷണൽ കീയിൽ നമുക്ക് ഏതാണ്? D1 ശരിയെന്ന്, അതായത് ആഷിഖ് ജിതേന്ദ്ര ദേശായി ഉത്തരമായിട്ടുള്ളതാണ് തന്നിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഇതാണ് നമുക്ക് എല്ലാവർക്കും ഒരു പക്ഷേ നമ്മൾ കുറച്ച് സമയം അധികം എടുത്തതോ കൺഫ്യൂഷൻ വരുത്തിയിട്ടുള്ളതോ ആയിട്ടുള്ള ചോദ്യം. പക്ഷെ നമ്മുടെ സൈലം PSCയിലെ കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായി കാണൂല. കാരണം നമ്മൾ ഓൾറെഡി നമ്മൾ ഇത് എന്താണ് പഠിച്ച കാര്യം തന്നെയാണ്. നോക്കി, എല്ലാം ഞാൻ പറഞ്ഞു, പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് എല്ലാം തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നേരിയ മഴ എന്താണ്, ചാറ്റൽ മഴ, മിതമായ, ശക്തമായ, അതിശക്തമായ, അതിതീവ്രമായ മഴ എന്താണ് എന്നുള്ളതെല്ലാം നമ്മൾ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ക്ലാസ്സിൽ പഠിച്ച കാര്യം തന്നെയാണ്. അപ്പൊ നോക്കാടെ, നമുക്കിവിടെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പിനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ പ്രസ്താവന ഏത് എന്നുള്ള നമ്മുടെ ചോദ്യം. നമുക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത് വെള്ള നിറം മുന്നറിയിപ്പില്ലാതെയും മഴയില്ലാതെയും സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ അലേർട്ടുകളിൽ വെള്ള സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? സമാധാനമാണ്, യാതൊരു പ്രശ്നങ്ങളും ഒന്നുമില്ല. അല്ല നോക്കിയത് വെള്ള എന്താ സൂചിപ്പിക്കുക? സമാധാനമാണ്, യാതൊരു പ്രശ്നവുമില്ല എന്നുള്ളതല്ലേ. ഇവിടെയും അത് തന്നെയല്ലേ പറയാം, മുന്നറിയിപ്പൊന്നുമില്ല, മഴയൊന്നുമില്ല എന്നാണ്, നമ്മൾ കൂളായിട്ടിരിക്കാം എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുക. അപ്പോൾ എന്താണ് ശരിയാണ് എന്ന് നമുക്ക് പറയാവുന്നതാണ്.
ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കണേ. അപ്പൊ ഒന്ന് വരുന്നത് മാത്രം നമ്മൾ എടുത്താൽ മതി അല്ലെ. ഒന്ന് വരെ എത്ര ഓപ്ഷൻസ് ഉണ്ട്? എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ഡിയിൽ ഒന്ന് വരുന്നത് അതുകൊണ്ട് നമ്മൾ എന്ത് എലിമിനേറ്റ് ചെയ്തു. രണ്ട്, പച്ച നിറം മുന്നറിയിപ്പുണ്ടെന്നും വലിയ തോതിൽ മഴയുണ്ടെന്നും സൂചിപ്പിക്കുന്നു. ശരിയാണോടെ? പച്ച നിറത്തിൽ പറഞ്ഞിരിക്കുന്നത് മുന്നറിയിപ്പ്, മഴ മുന്നറിയിപ്പുണ്ടെന്നും വലിയ തോതിൽ മഴയുണ്ടെന്നും സൂചിപ്പിക്കുന്നു. അങ്ങനെയാണോടെ പച്ച നിറത്തിൽ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെയാണോ? ജാഗ്രത പാലിക്കേണ്ട സാഹചര്യങ്ങളൊന്നുമില്ല. അതായത് ചെറിയ തോതിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, മഴ പെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ജാഗ്രത പാലിക്കേണ്ട, ഭയപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്നതിൻ്റെ കൂട്ട് രണ്ടാമത്തെ പ്രസ്താവന എന്താണ്? തെറ്റാണ് എന്ന് നമുക്ക് പറയാം. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. അപ്പൊ രണ്ട് വരുന്ന ഓപ്ഷൻസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാവുന്നതാണ് അല്ലെ. രണ്ട് വരുന്ന പ്രസ്താവന നമ്മൾ എന്ത് ചെയ്യാണ്? എലിമിനേറ്റ് ചെയ്യുന്നത്. ബി നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നു. എ 1 മുതൽ 4 വരെ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു? എലിമിനേറ്റ് ചെയ്യുന്നു. നമ്മൾ ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു അല്ലെ. ഒരെണ്ണം മാത്രമേ നമുക്ക് അവശേഷിക്കുന്നുള്ളൂ. ഏതാണ്? സി ആണ്. അപ്പൊ നോക്കിയേ, മഞ്ഞ നിറം നിരീക്ഷിക്കുക, മുന്നറിയിപ്പ് പുതുക്കിക്കൊണ്ടിരിക്കുക, ശക്തമായ മഴയുണ്ടാകുമെന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ഓറഞ്ച് നിറമോ ജാഗ്രത പാലിക്കേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അത് ശരിയാണോടെ? ഓറഞ്ച് നിറത്തിൽ നമ്മൾ ജാഗ്രത നല്ലതുപോലെ പാലിക്കണം അല്ലെ. അതേപോലെ ശക്തമായ മഴയ്ക്ക് സാധ്യത ഇല്ല എന്നുമാണ് സൂചിപ്പിക്കുന്നത്. അതെന്താണ്? തെറ്റാണ്. അത് തെറ്റാണ്. അപ്പൊ നമ്മൾ ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. നോക്കണേ, ഇവിടെ നമുക്ക് നോക്കേ, ശക്തമായ മഴ ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്നു. നമ്മൾ ക്ലാസ്സിൽ പഠിച്ച സമയത്ത് നിങ്ങൾ നോക്കിയടേ, ഈ മഞ്ഞ നോക്ക്, കാലാവസ്ഥ കരുതലോടെ എന്ത് ചെയ്യണം? നിരീക്ഷിക്കണം. അത് തന്നെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നു. അപകട സാധ്യത എന്ത് ചെയ്യും? അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതായിരിക്കും അല്ലെ. മുന്നൊരുക്കങ്ങളൊക്കെ നടത്തണം. സാഹചര്യങ്ങൾ അനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യപ്പെടും. ഭയപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല. ഇനി 64.5 mm മുതൽ 115.5 mm വരെ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. മഞ്ഞയിലാണത് പറഞ്ഞിരിക്കുന്നത്. ഇനി തൊട്ടടുത്ത സ്ലൈഡ് നോക്കിയടേ, ശക്തമായ മഴ എവിടെയാണ്? 64.5 മുതൽ 115.5 mm വരെ. നോക്ക്, ഇവിടെയും അതല്ലേ ശക്തമായ മഴ ഉണ്ടാകും. അതായത് 64.5 mm മുതൽ 115.5 mm വരെ. നമുക്ക് അങ്ങനെ വേണമെങ്കിലും ഇനി വരുന്ന പരീക്ഷകൾക്ക് എന്ത് ചെയ്യാം? ചോദ്യം നമുക്ക് വരാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ചോദ്യത്തിന് ആൻസർ ഓപ്ഷൻ സി ആണ്. പഠിച്ചിരിക്കുക. 64.5 മുതൽ 115.5 വരെയാണ് നമ്മൾ ഏത് ശക്തമായ മഴ എന്ന് പറയുന്നത്. നമ്മൾ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. എല്ലാം നമ്മൾ ക്ലാസ്സിൽ പഠിച്ചത് മാത്രമേ പരീക്ഷകൾക്ക് വന്നിട്ടുള്ളൂ. ഇതും നമുക്ക് പരീക്ഷയ്ക്ക് നമ്മൾ എന്താണ് ക്ലാസ്സിൽ പഠിച്ച സമയത്ത് തന്നെ നമ്മൾ പഠിച്ചൊരു കാര്യമാണ്. ചോദ്യമായിട്ട് തന്നെ നമ്മൾ പഠിച്ചാണ്. കണ്ടോ, മിഠായി എന്നാണ് ഇതിന്റെ ഉത്തരം. പ്രീവിയസ് ഇയർ ചോദ്യമായിട്ട് തന്നെ നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. നോക്ക്, എന്താണ്? പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള സർക്കാർ ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏത് എന്നുള്ള നമ്മുടെ ചോദ്യം. ഏതാണ്? മിഠായി ആണല്ലേ. മിഠായി ആണ്. ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ്. ഹൃദയം പദ്ധതി എന്തിനു വേണ്ടിയിട്ടുള്ള? നമ്മുടെ കുട്ടികളല്ലേ, കേരളത്തിലെ ഹൃദ്രോഗികളായിട്ടുള്ള കുട്ടികൾക്ക് ചികിത്സയ്ക്കും മറ്റും വേണ്ടിയിട്ടുള്ളതാണ് ഹൃദയം പദ്ധതി എന്ന് പറഞ്ഞ്. ആർദ്രം പദ്ധതി നമ്മളെ എന്താണ്? ഈ പറയുന്ന പ്രൈമറി ഹെൽത്ത് സെന്ററുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ. ഏറ്റവും മിതമായ നിരക്കിൽ ചികിത്സാ സൗകര്യങ്ങളും മറ്റുമൊക്കെ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ആർദ്രം പദ്ധതി. നമ്മുടെ പ്രീവിയസ് ഇയർ ചോദ്യമാണ്. അതേപോലെ നമ്മുടെ എന്താണ് റിവിഷൻ ക്ലാസ്സിൽ ആർദ്രം പദ്ധതിയുമായി ബന്ധപ്പെട്ട് 4 3 ചോദ്യങ്ങൾ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യുകയും നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ചോദ്യത്തിന് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, മിഠായി ആണ്. നമ്മൾ ക്ലാസ്സിൽ പഠിച്ച അതേ ചോദ്യം തന്നെയാണ്. ഓക്കെ, ഇത് നമ്മുടെ കേരള ബാങ്ക് ഓഫീസ് അറ്റൻഡന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റെക്കോർഡഡ് പ്ലസ് ലൈവ് റിവിഷൻ ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് അത് ലഭ്യമാകുന്നത്. 599 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ലഭ്യമാകുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ഈ കഴിഞ്ഞ LDCയുടെ ഇതുവരെയുള്ള നമ്മുടെ എല്ലാ ക്ലാസ്സുകളും നമ്മൾ ഇതുവരെ കഴിഞ്ഞ എല്ലാ ലൈവ് ക്ലാസ്സുകൾ റെക്കോർഡഡ് ആണെങ്കിലും അതേപോലെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന റിവിഷൻ ക്ലാസ്സുകൾ ഇനിയിപ്പോൾ റെക്കോർഡഡ് ആയിട്ടുള്ള ലൈവ് ആയിട്ടുള്ള നിങ്ങൾക്ക് അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. 599 രൂപയ്ക്ക് തന്നെ നിങ്ങൾക്ക് അതിലേക്കും ജോയിൻ ചെയ്യാവുന്നത് ആണ് കേട്ടോ. ഓക്കെ, ഈ നമുക്ക് അടുത്ത നമ്മൾ എന്താണ് ഇമ്പോർട്ടൻ്റ് ആക്ടുകളിലേക്ക് നമ്മൾ പോവുകയാണ്. നോക്കിയത് എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം, ഈ വിവരാവകാശ നിയമം എന്ന് പറയുന്നത് PSCയുടെ എന്താണ് വളരെ 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 ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കാണ് വിവരാവകാശ നിയമം എന്ന് പറയും അല്ലേ. ഒരു എന്താണ് ഒരു എങ്ങനെ പോലും ഒരു 500-ൽ പുറത്ത് ചോദ്യങ്ങൾ വിവരാവകാശ നിയമം മാത്രമായിട്ട് PSCയുടെ എന്ത് ചെയ്തിട്ടുണ്ട്? വരിയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് വട്ടം. അതേപോലെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ചോദ്യമാണ് വിവരാവകാശ നിയമം 2005 പ്രകാരം സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷണറിനെ നിയമിക്കുന്നത് ആരാണ് എന്നുള്ളത് നമ്മുടെ ചോദ്യം. നമുക്കറിയാം ആരാണ്. കേന്ദ്രത്തിലാണെങ്കിൽ രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്, സംസ്ഥാനത്താണെങ്കിൽ ആരാണ്? ഗവർണറാണ് നിയമിക്കുന്നത് അല്ലേ. അപ്പൊ ആരാണ് ഉത്തരം? ഓപ്ഷൻ ബി ആണ്, സംസ്ഥാന ഗവർണറാണ്. ഇതും നമ്മൾ ക്ലാസ്സിൽ പഠിച്ച കാര്യം തന്നെ. അതാ 15.3 പറയുന്നത് സംസ്ഥാന
ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയും സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷണർമാരെയും ഗവർണർ, മുഖ്യമന്ത്രിയും അദ്ദേഹം കമ്മിറ്റിയുടെ അധ്യക്ഷനായിരിക്കുന്നതും നിയമസഭയിലെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രി നാമനിർദ്ദേശിച്ച ഒരു ക്യാബിനറ്റ് മന്ത്രിയും അടങ്ങുന്ന കമ്മിറ്റിയുടെ ശുപാർശയിന്മേൽ എന്ത് ചെയ്യേണ്ടതാണ്? നിയമിക്കേണ്ടതാണ് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്ത് പഠിച്ചത്. 15(3) എന്ന് പറയുന്ന വകുപ്പിലാണ് നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യം, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്തൃ സംരക്ഷണയുടെ നിർവചനത്തിൽ ഉൾപ്പെടാത്ത സേവനങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ് അല്ലെ. അതായത് ഈ പറഞ്ഞിരിക്കുന്ന സേവനങ്ങളിൽ ഏതാണ് ഉപഭോക്തൃ സംരക്ഷണത്തിന്റെ പരിധിയിൽ വരാത്തത് എന്നുള്ളത് നോക്കട്ടെ. ഇത് നമുക്ക് ഒന്ന് ലോജിക്കായിട്ട് നമ്മളൊന്ന് ആൻസർ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാവുന്ന തന്നെയാണ്. നോക്കട്ടെ, നിസ്വാർത്ഥമായ സേവനങ്ങൾ. ഇപ്പൊ നോക്കട്ടെ, എനിക്കിപ്പോൾ ആരെങ്കിലും എന്ത് ചെയ്യണം? ഒന്ന് സഹായിക്കണം അല്ലെ. ഞാനത് എന്താണ് എൻ്റെ ഒരു സെൽഫ്ലെസ് ആയിട്ടുള്ള ആക്ട് ആണല്ലേ. ഞാൻ അതേ സഹായിക്കണം എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹത്തിൽ ഞാൻ എന്ത് ചെയ്യാണ്? ചെന്നൊരു സഹായം ചെയ്തു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ അപ്പുറത്ത് ആ സഹായം ലഭിക്കുന്ന വ്യക്തിക്ക് അദ്ദേഹം പ്രതീക്ഷിക്കുന്ന രീതിയിൽ എൻ്റെ ഭാഗത്തുള്ള സഹായം അല്ലെങ്കിൽ ആ ഒരു സേവനം ലഭിച്ചില്ല എന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് കേസ് കൊടുക്കാൻ സാധിക്കുമോടെ? കേസ് കൊടുക്കാൻ സാധിക്കുമോ? സാധിക്കത്തില്ല. കാരണം എന്താണ്? ഞാൻ എൻ്റെ ഒരു ഇഷ്ടപ്രകാരം ഞാൻ എൻ്റെ ഒരു സെൽഫ്ലെസ് ആയിട്ട് അല്ലെങ്കിൽ ആ നിസ്വാർത്ഥപരമായ എൻ്റെ ഒരു ഇതിൽ ഞാൻ ചെയ്തതാണ്. അതും കൊണ്ടുപോയിട്ട് ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം എനിക്ക് അയാൾ കൃത്യമായിട്ട് സേവനങ്ങൾ ചെയ്തു തന്നില്ല എന്ന് പറഞ്ഞ് കേസ് കൊടുത്താൽ അത് കേസ് നിലനിൽക്കൂടെ? കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഗതാഗതവുമായി ബന്ധപ്പെട്ട് അല്ലെ, നമ്മളിപ്പോ എന്തെങ്കിലും ട്രെയിൻ യാത്രയിൽ നമുക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റിൽ നമ്മൾ യാത്രയ്ക്ക് പോകാൻ പോവാണ്, അല്ലെങ്കിൽ ബസ്സിൽ നമുക്ക് യാത്രയ്ക്ക് പോകാൻ പോവാണ്. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് കൃത്യസമയത്ത് ബസ് വരുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ടിക്കറ്റ് നമ്മൾ അറിയാതെ അത് ക്യാൻസൽ ചെയ്യുന്നു അല്ലെ. അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് ഉപഭോക്തൃ സംരക്ഷണ നിയമം കേസ് കൊടുക്കാൻ പറ്റുമോ? കേസ് കൊടുക്കാവുന്നതാണ്. വാർത്താ വിതരണവുമായി ബന്ധപ്പെട്ടത് നമുക്ക് ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം നമുക്ക് എന്ത് ചെയ്യാം? കേസ് കൊടുക്കാവുന്നതാണ് അല്ലെ. ഇൻഷുറൻസ് മേഖലയിൽ നമുക്ക് എന്ത് എടുക്കാവുന്നതാണ്? ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം നമുക്ക് കേസ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ഉത്തരം ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ കേട്ടോ, ഓപ്ഷൻ എ ആണ്. നിസ്വാർത്ഥ സേവനങ്ങൾ എന്തിന്റെ പരിധിയിൽ വരുന്നില്ല? ഉപഭോക്തൃ സംരക്ഷണത്തിന്റെ പരിധിയിൽ വരുന്നില്ല എന്നുള്ളത് പഠിച്ചിരിക്കാം. ഓക്കെ, ഇതും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. നമ്മുടെ റിവിഷൻ ക്ലാസ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇതേപോലൊരു ചോദ്യം വെച്ച് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നിങ്ങൾക്ക് അന്ന് ഒരുപാട് പേര് ഈ ഒരു ക്വസ്റ്റ്യൻ ഡൗട്ടും കാര്യങ്ങളായിട്ടൊക്കെ വന്ന് നമ്മുടെ ടെലഗ്രാം ചാനലിലൊക്കെ ആണെങ്കിൽ ഒരുപാട് വട്ടം നമ്മൾ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ്. അന്ന് നമ്മൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. അന്ന് നമുക്ക് നമുക്ക് പട്ടികവർഗ്ഗക്കാരുടെ പകരം ജനങ്ങളുടെ അവകാശങ്ങൾ എന്നുള്ളതായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. ആ ചോദ്യം ഞാനിവിടെ ഉൾക്കൊള്ളിച്ചിരുന്നതാണ്. ആ ചോദ്യം അതേപോലെ താഴെ പറയുന്നവയിൽ ഏതാണ് പട്ടികവർഗ കമ്മീഷന്റെ ചുമതല അല്ലാത്തത് എന്നുള്ളതാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. നോക്കട്ടെ, അതേപോലെ തന്നെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇവിടെ എന്ത് ചെയ്തു? ജനങ്ങൾ പറയാൻ അവർ പട്ടികവർഗം എന്നുള്ളത് നമ്മൾ ചേർത്തു അല്ലെ. നമുക്ക് ഈ ചോദ്യം നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഭരണഘടന പ്രകാരം പട്ടികവർഗക്കാർ നൽകിയിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുക ശരിയായിട്ടുള്ളതാണോ? ശരിയായിട്ടുള്ളതാണ് അല്ലെ. നോക്കട്ടെ, നമ്മൾ പട്ടികവർഗ കമ്മീഷനും പട്ടികജാതി കമ്മീഷനൊക്കെ നിലവിൽ വന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നിലവിൽ വന്നത്? അവർക്ക് ഭരണഘടനാപരമായിട്ട് മറ്റ് നിയമപരമായിട്ടുള്ള അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും പരിരക്ഷ നൽകുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ അവർ ഉന്നമനത്തിനും മറ്റുമൊക്കെ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ് അല്ലെ. ഇനി ഈ പട്ടികജാതി കമ്മീഷൻ ആണെങ്കിലും പട്ടികവർഗ കമ്മീഷൻ അതാത് വിഭാഗങ്ങൾക്കുണ്ടാകുന്ന പരാതികളെ കുറിച്ച് അന്വേഷിക്കുകയും സ്വമേധയാ മറ്റും അന്വേഷിക്കാനുള്ള അവകാശവും അവർക്കുണ്ട്. രണ്ടാമത്തെ പ്രസ്താവന എന്താണ്? ശരിയാണ്. പട്ടികവർഗ കമ്മീഷൻ ആണെങ്കിലും പട്ടികജാതി കമ്മീഷൻ ആണെങ്കിലും അവരുടെ വാർഷിക റിപ്പോർട്ട് അവർ സമർപ്പിക്കാറുണ്ട്. വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്ന ആർക്കാണ്? രാഷ്ട്രപതിക്കാണ് എന്ന് നമുക്കറിയാം. പിന്നീട് അത് എന്ത് ചെയ്യും? നമ്മുടെ പാർലമെന്റിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നതായിരിക്കും. ഏതെങ്കിലും സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് പരാമർശം ഉണ്ടെങ്കിൽ ആ സംസ്ഥാന ഗവർണർക്കും അത് എന്ത് ചെയ്യും? അയച്ചു കൊടുക്കുന്നതാണ് എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുന്നു എന്നാണ് പറഞ്ഞ ആ പ്രസ്താവന ശരിയാണോ? ആ പ്രസ്താവന തെറ്റാണ്. അപ്പോൾ നമ്മുടെ ചോദ്യം എന്താണ്? പ്രവർത്തനമല്ലാത്തത് ഏത് എന്നുള്ള ചോദ്യം. പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞതാണ് പ്രവർത്തനമല്ലാത്ത. ആർക്കാണ് സമർപ്പിക്കേണ്ടത്? രാഷ്ട്രപതിക്കാണ് സമർപ്പിക്കേണ്ടത്. നാലാമത്തെ പ്രസ്താവനയും പട്ടികവർഗക്കാരുടെ സാമൂഹ്യ സാമ്പത്തിക വികസനവുമായി ബന്ധപ്പെട്ട ആസൂത്രണ പ്രക്രിയയിൽ പങ്കെടുക്കുകയും ഉപദേശം നൽകുകയും ചെയ്യുന്നുണ്ട്. അതും എന്താണ്? ശരിയാണ്. പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 338 ആണ്. പട്ടികവർഗ കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? 338 എയുമാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കണം.
ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഗാർഹിക അതിക്രമണത്തിന്റെ നിർവചനത്തിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഗാർഹിക അതിക്രമണം ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യമാണ്, അതേപോലെ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഗാർഹിക സംരക്ഷണം അല്ലെ, ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ നമ്മൾ ഈ ഗാർഹിക അതിക്രമണം, ഗാർഹിക പീഡനങ്ങൾ നമ്മൾ 4 എണ്ണമാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? നമ്മൾ ശാരീരികമായ പീഡനം, മാനസികമായ പീഡനം, സാമ്പത്തികമായ പീഡനം, ലൈംഗികമായ പീഡനം എന്നിങ്ങനെ 4 എണ്ണം ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ക്ലാസ്സിൽ പഠിച്ച അതേ കാര്യം തന്നെയാണ്. ശാരീരികമായ പീഡനം വരുന്നുണ്ട്. ആരോഗ്യത്തിനും വ്യക്തിത്വ വികസനം തടസ്സം സൃഷ്ടിക്കുന്ന ഏതുതരം ശാരീരിക പീഡനവും എന്താണ്? ശാരീരികമായ പീഡനം എന്ന് പറയാം. മാനസികമായ പീഡനം, വാക്കുകൾ കൊണ്ട് അപമാനിക്കുക, സ്ത്രീധനത്തിന്റെ പേരിലോ പെൺകുട്ടിയെ പ്രസവിച്ചതിന്റെ പേരിലോ അപമാനിക്കുക, ജോലി സ്വീകരിക്കുന്നതിനെയോ ജോലിക്ക് പോകുന്നതിനെയോ തടയുക തുടങ്ങിയ ആത്മഹത്യാ ഭീഷണി വരെ എന്ത് ചെയ്യും? ഇതിൽ ഉൾപ്പെടുന്നതായിരിക്കും. ലൈംഗിക പീഡനം, സ്ത്രീയെ അപമാനിക്കണം, തരം താഴ്ത്തിയോ നിന്ദിക്കുകയോ അല്ലെ, അപമാനിക്കണം, തരം താഴ്ത്തിയോ നിന്ദിക്കുകയോ എന്ന ഉദ്ദേശത്തോട് ലൈംഗിക സ്വഭാവങ്ങളെ പ്രവർത്തി ചെയ്യുക. സാമ്പത്തിക പീഡനം, തനിക്കും കുട്ടികൾക്കും ചെലവിന് നൽകാതിരിക്കുക, തന്റെ ശമ്പളമോ വരുമാനമോ അനുവദിക്കാതിരിക്കുക, എടുക്കുക, വീട്ടു സാധനങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കാതിരിക്കുക, കെട്ടിട വാടക കൊടുക്കാതിരിക്കുക. ഇതൊക്കെ ഏതിന്റെ പരിധിയിൽ വരുമടേ? നമുക്ക് ഗാർഹിക പീഡനത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഗാർഹിക പീഡന നിർവചനത്തിൽ വരുന്ന ഏതൊക്കെയാണ്? മാനസികവും ശാരീരികവുമായി പരാതിക്കാരി ആളെ എന്ത് ചെയ്യുക? ഉപദ്രവിക്കുക എന്നുള്ളതാണ്. സ്ത്രീധനത്തിന്റെ പേരിൽ ഉപദ്രവിക്കുക, സ്ത്രീധനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ബന്ധുക്കളെ മറ്റും എന്ത് ചെയ്യുക? ഉപദ്രവിക്കുക, അതും വരും. സാമ്പത്തികപരമായ ചൂഷണം വരുന്നതായിരിക്കും. അപ്പോൾ ഏതാണ് നമ്മുടെ ഉത്തരം? ഓപ്ഷൻ ഡി ആണ്. മുകളിൽ കൊടുത്തിരിക്കുന്ന എല്ലാം നമുക്ക് എന്താണ്? ആ ഒരു ഗാർഹിക പീഡനത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത ചോദ്യം നമ്മുടെ പോക്സോ നിയമം. ഇതും PSC ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്തതാണ്. നമ്മൾ റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഇത് പറയും എപ്പോഴും ഈ ചോദ്യം വർക്കൗട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. നമ്മൾ നോക്കി, ഹയർ ലെവൽ പരീക്ഷകൾ മുതൽ ഏറ്റവും താഴ്വരയുള്ള പരീക്ഷകൾക്ക് വരെ PSC ചോദിക്കുന്നതാണ് പോക്സോ നിയമം നിലവിൽ വരുന്നത് എന്നാണ് എന്നുള്ളത്. നമ്മുടെ കഴിഞ്ഞ SIയുടെ മെയിൻസിന്റെ പരീക്ഷകൾക്ക് വരെ നമുക്ക് വന്നൊരു ചോദ്യമാണ്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ 10th ലെവൽ പരീക്ഷയ്ക്ക് വന്നുകൂടാ എന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. പോക്സോ നിയമം അല്ലേ, പോക്സോ നിയമം നമുക്ക് നിലവിൽ വന്നത് എന്നാണ്? 2012 പോക്സോ നിയമം നിലവിൽ വന്നത്. നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. അല്ലേ, 2012 നവംബർ 14 മുതൽ നമ്മുടെ നിയമം എന്ത് ചെയ്യുന്നു? പ്രാബല്യത്തിൽ വന്നു എന്നാണ്. ഓക്കെ, ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് എന്നുള്ളതാണ്. നോക്കേ, നമുക്ക് ഈ ചോദ്യം നമ്മൾ ക്ലാസ്സിൽ പഠിച്ച സമയത്ത് നോക്കേ, ഇത് വെച്ചായിരുന്നു നമ്മൾ പഠിച്ചത് അല്ലെ. ഇത് പഠിപ്പിച്ചപ്പോൾ ഞാൻ പഠിച്ച ഒരു കാര്യമുണ്ടായിരുന്നു. നമുക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ നമുക്ക് ചെയർമാൻ നമുക്ക് ഇല്ല. നിലവിൽ നമുക്ക് ആരാണ് നമുക്കുള്ളത്? ആക്ടിംഗ് ചെയർപേഴ്സൺ ആണ് നമുക്കുള്ളത്. വിജയഭാരതി സയാനി ആണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജൂൺ മാസം ആദ്യ ആഴ്ച അല്ലെങ്കിൽ ജൂൺ 4-ാം തീയതി അല്ലെ, 2000 ജൂൺ 4-ാം തീയതി ആണെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ മുൻ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായിരുന്നു നമ്മുടെ അരുൺകുമാർ മിശ്ര സാർ എന്ത് ചെയ്തായിരുന്നു? അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പരീക്ഷയ്ക്ക് ചോദ്യം വരികയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് വെച്ചായിരിക്കും നമുക്ക് വരുന്നത് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിൽ ആരാണ്? അരുൺകുമാർ മിശ്ര സാറാണോ? അല്ല, അദ്ദേഹമല്ല. നിലവിൽ നമുക്ക് ആക്ടിംഗ് ചെയർപേഴ്സണേ ഉള്ളൂ. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് എന്ത് പറയാവുന്നതാണ്? ഈ പറയുന്ന അരുൺകുമാർ മിശ്ര സാറാണ് നമുക്ക് ഉത്തരമെന്ന് നമുക്ക് പറയാം കേട്ടോ. അരുൺകുമാർ മിശ്രയാണ് നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഓപ്ഷൻസിൽ നമുക്ക് അങ്ങനെ എടുക്കാവുന്നത് ആണ്. ഓക്കെ, ഇനി നമ്മുടെ വനിതാ കമ്മീഷന്റെ ചെയർമാൻ, ഇതും നമ്മൾ ക്ലാസ്സിൽ പഠിച്ച തന്നെയാണ്. നിലവിലെ ചെയർമാൻ ആരാണ്? നമുക്ക് രേഖാ ശർമ്മയാണ്. നമ്മുടെ സംസ്ഥാനത്തിന്റെയാണ് ആരെന്ന് പറയുന്നത്? പി സതീദേവി എന്ന് പറയുന്നത്. പി സതീദേവി സംസ്ഥാന വനിതാ കമ്മീഷന്റെ ചെയർമാനാണ്. മമതാ കുമാരിയും ഖുഷ്ബു ഒക്കെ നമുക്ക് ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളാണ്. നമ്മൾ അതെല്ലാം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. കണ്ടോ, ചെയർമാൻ ആരാണ്? രേഖാ ശർമ്മയാണ് ചെയർമാൻ. രണ്ട് തവണ എന്ത് ചെയ്തിട്ടുള്ള ചെയർമാൻ സ്ഥാനം വഹിച്ച വ്യക്തിയാണ് രേഖാ ശർമ്മ. മറ്റംഗങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മമതാ കുമാരി, ഡെലീന, അതേപോലെ ഖുഷ്ബു, ഇവരൊക്കെ ആരാണ്? നിലവിലെ വനിതാ കമ്മീഷന്റെ അംഗങ്ങളായിട്ട് ഇരിക്കുന്ന വ്യക്തികളാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കേരള ഗവേണൻസ് ഇമ്പോർട്ടൻ്റ് ആക്ട് നോക്കുകയാണെന്ന് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അതിനകത്ത് ഒരു ചോദ്യം മാത്രമേ കൺഫ്യൂഷനായിട്ട് നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മുടെ ഏതാണ്? നമ്മുടെ അലേർട്ടുകളുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ക്ലാസ്സുകൾ ഈ ഒരു സബ്ജക്റ്റ് മാത്രമല്ല, ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നമ്മുടെ സാറന്മാർ ക്ലാസ്സിൽ പറയുന്നതിനനുസരിച്ച് റിവിഷൻ ക്ലാസ്സുകൾ എന്തൊക്കെ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് റിവിഷൻസും കാര്യങ്ങളും എല്ലാം ചെയ്തു പോവുക.
ഓക്കെ, പരീക്ഷയ്ക്ക് വരുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ റിവിഷനായിട്ടും ക്ലാസ്സുകളെല്ലാം നമ്മൾ ഡിസ്കസ്, നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ നോട്ടുകളും കാര്യങ്ങളും എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്തു പോകുക. എക്സാം ഹോളിൽ ചെന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല. നല്ലതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് തന്നെ പോകുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനിയും നമ്മുടെ ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ പഴയ ലൈവ് ക്ലാസ്സുകളുടെ റെക്കോർഡർ ആണെങ്കിലും ഇനി നടക്കാൻ പോകുന്ന റിവിഷൻ ക്ലാസ്സുകളുടെയൊക്കെ ആണെങ്കിലും എല്ലാം നിങ്ങൾക്ക് കിട്ടും എന്നാണ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇന്ന് അറിയുന്നതിന് വേണ്ടി ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ച ആ ഒരു നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വിളിച്ച് ചോദിച്ചാൽ മതി കേട്ടോ. ഇപ്പോഴാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ ഒരു 1ാം വാർഷികത്തിൻ്റെ ആ ഒരു സന്തോഷം നിങ്ങളോട് പങ്കുവെക്കുന്നതിനായിട്ടുള്ള ആ ഒരു 10% ഓഫർ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ലഭിക്കുന്നതായിരിക്കും കേട്ടോ. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വിളിച്ച് ചോദിക്കാവുന്നത് ആണ്. ഓക്കെ, അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ ബൈ ബൈ.